The axis of a parabola is the line y equal to x, and its vertex and focus are in the first quadrant at distances √2 and 2√2 units from the origin respectively. If the point 1, k lies on the parabola, then a possible value of k is. ഇവിടെ നമ്മുടെ പാരബോളനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. y ഈക്വൽ ടു എക്സ് ആണ് പാരാബോളയുടെ ആക്സിസ്. y ഈക്വൽ ടു എക്സ് ആണ് പാരാബോളയുടെ ആക്സിസ്. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു എക്സ് വരയ്ക്കാം. ഇതല്ലേ y ഈക്വൽ ടു എക്സ്? ഇതാണ് ഇവിടെ പാരാബോളയുടെ ആക്സിസ്. ഇനി അടുത്ത പറഞ്ഞിരിക്കുന്ന നോക്കിയേ, പാരാബോളയുടെ വെർട്ടെക്സും ഫോക്കസും എവിടെയാണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് ഈ പാരാബോളയുടെ വെർട്ടെക്സും ഫോക്കസും വരുന്നത്. അപ്പം നമുക്ക് പാരാബോള എങ്ങനെ വരും? ആ പാരാബോള ഏകദേശം ഇങ്ങനെ വരും. കണ്ട, വെർട്ടെക്സ് നോക്കി, ഇതല്ലേ വെർട്ടെക്സ്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഇതിൻ്റെ ഫോക്കസ് എഫ്, അതും എന്താണ്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്. ഓക്കെ, ഇവിടെ ഒറിജിൻ ഒ. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്ന നോക്കിയേ, ഒറിജിനിൽ നിന്നും വെർട്ടെക്സിലേക്കുള്ള ഡിസ്റ്റൻസ് √2 ആണ്. എന്ന് വെച്ചാൽ OV ഈസ് ഈക്വൽ ടു √2. അടുത്തത് ഒറിജിനിൽ നിന്നും ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് 2√2. OF ഈസ് ഈക്വൽ ടു 2√2. ഓക്കെ, ഇഫ് ദി പോയിന്റ് 1, k ലൈസ് ഓൺ ദി പാരാബോള. 1, k എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണ്? പാരാബോളയിലുള്ള പോയിന്റാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇത് ഇവിടെ എടുക്കാം. ഈ പോയിന്റിനെ P എന്ന് വിളിക്കാം. P എന്താണ്? 1, k. then a possible value of k. kക്ക് വരാൻ സാധ്യതയുള്ള വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഈ പരാബോളയുടെ ഡയറക്ട്രിക്സ് വരക്കാം. എങ്ങനെ വരും? ഏകദേശം ഇങ്ങനെ വരും. കറക്റ്റായിട്ട് വരത്തില്ല, വരക്കുമ്പോൾ ഏകദേശം ഇതാണ് നമ്മുടെ ഡയറക്ട്രിക്സ് വരുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? y ഈക്വൽ ടു എക്സ് അല്ലേ പരാബോള. അപ്പോൾ ഡയറക്ട്രിക്സ് എന്ത് വരും? y പ്ലസ് എക്സ് ഈക്വൽ ടു 0. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? y ഈസ് ഈക്വൽ ടു -x എന്ന് എഴുതാം. പ്രശ്നമൊന്നുമില്ല. y പ്ലസ് എക്സ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ അറിയാവുന്നൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, ഇവിടെ ഒരു കേസ് ഉണ്ടല്ലോ. നമുക്കറിയാവുന്ന കേസ് എന്താണ്? ഈ ഫോക്കസിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് അതെന്താണ്? PF. ആ ഡിസ്റ്റൻസും ഈ പോയിന്റിൽ നിന്നും ഈ ഡയറക്ട്രിക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കത്തില്ലേ? ഇവിടുത്തെ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇത് രണ്ടും എന്താണ്? ഈക്വൽ ആണെന്ന് വെച്ചാൽ നോക്കിയേ, FP ഈക്വൽ ടു ഈ പോയിന്റിനെ നമുക്ക് M എന്ന് വിളിക്കാം. PM. FP ഈസ് ഈക്വൽ ടു PM. എന്താ ഞാൻ അവിടെ പറഞ്ഞത്? ഫോക്കസിൽ നിന്നും പാരബോളയിലേക്കുള്ള ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസും ഈ പോയിന്റിൽ നിന്നും ഈ ഡയറക്ട്രിക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസും എന്താണ്? ഈക്വൽ ആണ്. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. FP ഈസ് ഈക്വൽ ടു PM. ഓക്കെ ആണല്ലോ? ഈ FP കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ Pൻ്റെ കോർഡിനേറ്റ് ഉണ്ട് 1, k. Fൻ്റെ കോർഡിനേറ്റ് അറിയണ്ടേ? Fൻ്റെ കോർഡിനേറ്റ് അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ OF ഈസ് ഈക്വൽ ടു നമുക്കിവിടെ 2√2 എന്ന് വന്നിരിക്കുന്നത്. OF ഈസ് ഈക്വൽ ടു 2√2. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്നാണ്? 2√2 ആണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലൈനിങ് സബ്സ്റ്റൻഡ് ചെയ്യാം. ഇത് പെർപെൻഡിക്കുലർ ആണ്, പെർപെൻഡിക്കുലർ ലൈനാണ്. അപ്പം 90ക്ക് ഓപ്പോസിറ്റ് 2√2 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 2 യൂണിറ്റ്സ് ആയിരിക്കും.
ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് 2 യൂണിറ്റ്സ് ആണ്. അപ്പോൾ നമ്മുടെ എഫിൻ്റെ കോർഡിനേറ്റ് എന്ത് വരും? എഫിൻ്റെ കോർഡിനേറ്റ് എന്ത് വരും? ഇവിടെ എഫിൻ്റെ കോർഡിനേറ്റ് ഞാൻ ഇവിടെ എഴുതാവേ 2,2. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും എന്താണ്? 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് പി കണ്ടുപിടിക്കാം അല്ലേ? എഫ് പി കണ്ടുപിടിക്കാം. എഫ് പി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്വയർ ചെയ്യാൻ കേട്ടോ. എഫ് പി സ്ക്വയർ ഈക്വൽ ടു പി എം സ്ക്വയർ. കാരണം എന്താ, അവിടെ ആ റൂട്ട് എന്ത് ചെയ്ത് ക്യാൻസൽ ചെയ്ത് പോയിക്കോളും, കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ സ്ക്വയർ എടുത്തത്. എഫ് പി സ്ക്വയർ ഈക്വൽ ടു പി എം സ്ക്വയർ. അപ്പോൾ എന്ത് വരും? 2 - 1 ദി ഹോൾ സ്ക്വയർ പ്ലസ് 2 - k ദി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു പി എം കണ്ടുപിടിക്കണം. പി എം എന്ന് പറഞ്ഞാൽ എന്താടാ? 1,k എന്ന് പറഞ്ഞാൽ പോയിന്റിൽ നിന്നും നമ്മുടെ ഈ y പ്ലസ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അല്ലേ പി എം എന്ന് പറയുന്നത്? 1,k എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും y പ്ലസ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡിസ്റ്റൻസ് ആണ് പി എം. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. d is equal to magnitude of ax1 plus by1 plus c1 divided by root of a square plus b square. ഓക്കെ ആണല്ലോ. ഇവിടെ x1 എന്താണ്? x1 ഈക്വൽ ടു എന്ത് വരും? x1 എന്ന് പറയുന്നത് 1 ആണ്. y1 ഈസ് ഈക്വൽ ടു k ആണ്. ഇനി നമ്മുടെ ഈ ലൈൻ്റെ ഇക്വേഷൻ നോക്കിയേ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 അല്ലേ? അപ്പോൾ എ എന്ത് വരും? എ ഈസ് ഈക്വൽ ടു 1ഉം ബി ഈസ് ഈക്വൽ ടു 1. എ എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്, ബി എന്ന് പറഞ്ഞാൽ വൈൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. രണ്ടും എന്താണ്? 1 ആണ്. അപ്പോൾ നമുക്ക് ഡി കണ്ടുപിടിക്കാം. ഡി ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് എ x1 എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് ബി y1 1 ഇൻറ്റു കെ. സി എന്താടാ? സി എന്താണ്? സി ഇവിടെ നോക്കിയേ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. സി എന്താണ്? 0 ആണ്. കാരണം എക്സ് പ്ലസ് വൈ പ്ലസ് സി ഈക്വൽ ടു 0. ഇവിടെ എക്സ് പ്ലസ് വൈ 0 ആണ്. അപ്പോൾ സിൻ്റെ വാല്യൂ എന്തായിരിക്കും? സി ഈക്വൽ ടു എന്താണ്? 0 ആണ്. ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ 1 ബി സ്ക്വയർ 1 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 1 പ്ലസ് കെ ഡിവൈഡഡ് ബൈ റൂട്ട് 2. ഓക്കെ അല്ലേ? അപ്പോൾ പി എം കിട്ടി. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പി എം ആണ്. പി എം ഈസ് ഈക്വൽ ടു ആണ് നമുക്ക് 1 പ്ലസ് കെ ബൈ റൂട്ട് 2 കിട്ടിയത്. അപ്പോൾ ഇവിടെ നമുക്ക് 1 പ്ലസ് കെ ഡിവൈഡഡ് ബൈ റൂട്ട് 2 അതിൻ്റെ ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 2 - 1 ദി ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 പ്ലസ് 2 സ്ക്വയർ 4 മൈനസ് 4k പ്ലസ് കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് കെൻ്റെ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 പ്ലസ് 2k പ്ലസ് കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ റൂട്ട് 2ൻ്റെ സ്ക്വയർ 2. ഓക്കെ അല്ലേ? ഇതിൻ്റെ ബാക്കി ഞാൻ അത് ഇങ്ങോട്ടേക്ക് എഴുതാവേ. അപ്പോൾ നമുക്ക് ഈ 2വിനെ എന്ത് ചെയ്യാം? ഇങ്ങോട്ടേക്ക് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും? 2k സ്ക്വയർ മൈനസ് 8k പ്ലസ് 10 ഈസ് ഈക്വൽ ടു എന്ത് വരും? k സ്ക്വയർ പ്ലസ് 2k പ്ലസ് 1. ഇതിനെല്ലാത്തിനും നമുക്ക് ഈക്വൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. 2k സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് പറയുമ്പോൾ കെ സ്ക്വയർ മൈനസ് 8k മൈനസ് 2k മൈനസ് 10k 10 മൈനസ് 1 പ്ലസ് 9 ഈസ് ഈക്വൽ ടു 0. ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? k മൈനസ് 1 ഇൻറ്റു k മൈനസ് 9 ഈസ് ഈക്വൽ ടു 0. ഇവിടെ കെയിന് ഏതൊക്കെ വാല്യൂസ് വരാം? 1 വരാം, 9 വരാം. അപ്പോൾ നമുക്കിവിടെ പോസിബിളായിട്ട് വരുന്ന വാല്യൂ ഏതാണ്? ആ ഓപ്ഷൻ നോക്കിയേ.
9 ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ ആൻസർ എന്താണ്? k ഈസ് ഈക്വൽ ടു 9 ആണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അല്ലേ?